ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ MR ലാൽ വ്ലോഗ്സ്. ഐ ആം രാധിക മണിയൻ. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് താഴത്തഷ്ടമിയുടെ വിശേഷങ്ങളിലേക്കാണ്. ഒരു ദേശം മുഴുവൻ ഒരു വർഷം കാത്തിരിക്കുന്ന ആ ദിവസം, ആ സുദിനം വന്നിരിക്കുകയാണ് മക്കളെ. ഇന്നാണ് മക്കളെ താഴത്തഷ്ടമി മഹോത്സവം. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിക്ക് മുമ്പുള്ള ഞായറാഴ്ച ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണസ്വാമിയുടെ ശിവലിംഗ രൂപത്തെ ക്ഷേത്രം തന്ത്രി മുതുവിലാപ്പള്ളി മഠം ബ്രഹ്മശ്രീ വാസുദേവര സോമയാജിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭസ്മാഭിഷേകം നടത്തി നടയടച്ച ശേഷം അഷ്ടമി നാളിൽ സൂര്യോദയത്തിന് മുമ്പ് ഭഗവാൻ ദർശനം നൽകുന്നതോടെ ഭക്തജനങ്ങളുടെ സകല കഷ്ടതകളും മാറുമെന്നാണ് വിശ്വാസം. നടയടയ്ക്കലിൻ്റെ വിശേഷങ്ങളടങ്ങുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് അഷ്ടമി ദർശനത്തിൻ്റെയും തുടർന്ന് 1008 ഇളനീർ അഭിഷേകത്തിൻ്റെയും ദേവി പൊങ്കാലയുടെയും ഒക്കെ കാഴ്ചകളിലേക്കാണ്. നമുക്ക് പോയിട്ട് വരാം. ഭഗവാന്റെ അഷ്ടമി ദർശനത്തിനായി സകല കഷ്ടതകളും മാറ്റിത്തരണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4:30 അഷ്ടമി ദർശനം. വൃശ്ചിക മാസത്തിലെ തണുപ്പിനെയും മഞ്ഞിനെയും വകവയ്ക്കാതെ കുഞ്ഞുങ്ങളെ വരെ എടുത്തുകൊണ്ടാണ് ഭക്തജനങ്ങൾ 4 മണിക്ക് മുന്നേ വന്ന് അഷ്ടമി ദർശനത്തിനായി കാത്തു നിന്നത്. അഷ്ടമി ദർശന സമയത്ത് 101 പറയിൽ ഭഗവാന് കാണിക്ക ഒരുക്കിയിരുന്നു. ഓരോന്നിൻ്റെയും സവിശേഷതകൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്. അഷ്ടമി ദർശനത്തിന് ശേഷം ഭഗവാനെ 1008 ഇളനീരിൽ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇളനീരുകൾ സജ്ജമാക്കി വച്ചിരിക്കുന്നതാണ്. ഭക്തജനങ്ങൾ അക്ഷമരായി അഷ്ടമി ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ അഷ്ടമി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇനി നമ്മൾ കാണുന്നത് നട തുറക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. ആ നയന മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോയിട്ട് വരാം. നട തുറക്കുമ്പോൾ ഭഗവാന് കാണുന്നതിന് വേണ്ടി പശുവിനെയും കുട്ടിയെയും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ആ ഭാഗങ്ങൾ മാറ്റുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്.
നട തുറന്നതിന് ശേഷം ശ്രീമതി ആശ പ്രവീൺ ശർമ്മ, മാസ്റ്റർ പി ആനന്ദ് ഭൈരവ് ശർമ്മ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവര് സോമയാജിപ്പാട് പൊങ്കാലയ്ക്ക് ഭദ്രദീപം കൊളുത്തി. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ശ്രീ ഷാജു തിരുമേനിയും ഭദ്രദീപം തെളിയിച്ചു. അതിനുശേഷം ക്ഷേത്രം തന്ത്രി പൊങ്കാല അടുപ്പിലേക്ക് തീ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഭണ്ഡാര അടുപ്പിലേക്ക് പ്രസിഡന്റ് ദീപു ദിലീപും സെക്രട്ടറി ജയകുമാറും മറ്റ് കമ്മിറ്റി അംഗങ്ങളും അരിയിടുകയും ഭക്തജനങ്ങൾക്കെല്ലാം അരിയിടാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. പൊങ്കാലയ്ക്ക് ശേഷമുള്ള പ്രഭാത ഭക്ഷണത്തിൻ്റെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭാത ഭക്ഷണം ഭക്തജനങ്ങൾ തന്നെയാണ് നേർച്ചയായിട്ട് സമർപ്പിക്കുന്നത്. കുമാരി ദുർഗ മോഹൻകുമാർ മേച്ചേരി മേലതിൽ വെട്ടിയിൽ കൈലക്കോട് ശ്രീമാൻ വിജയരാജൻ നായർ നെടിയാട്ട വീട് താഴം
അഷ്ടമി ദർശനത്തിൻ്റെയും ദേവി പൊങ്കാലയുടെയും വിശേഷങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ്. തുടർന്ന് വൈകുന്നേരത്തെ അതിഗംഭീരമായ കെട്ടുകാഴ്ചകളുടെ വെടിക്കെട്ട് വിശേഷങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. അടുത്ത വീഡിയോ നമ്മുടെ കെട്ടുകാഴ്ചകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി എത്തുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.